എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. ഈ ഉപ്പുമാവിൽ ഞാൻ നെയ്യും എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത് നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്, വെയിറ്റ് ലോസ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ അതിന് ഇതിൽ കടുക് ഇട്ടു ആദ്യം ചൂടായപ്പോൾ. അതിന് മുന്നേ തന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകിന് പകരം ഞാൻ ക്യാപ്സിക്കം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കം എടുക്കാത്തതുകൊണ്ട് ക്യാപ്സിക്കം എടുത്തു. അപ്പോൾ മുളകിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു, ഇഞ്ചി എടുത്തു. അതൊക്കെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം ചേർക്കാം കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് ഹെൽത്തിയാണ്, എല്ലാ വെജിറ്റബിൾസും ഇതിൽ ആഡ് ചെയ്യാണല്ലോ. കമ്പയർ ചെയ്യുമ്പോൾ സാധാ ഉപ്പുമാവിനേക്കാളും എനിക്ക് ഓട്സിൻ്റെ ഉപ്പുമാവാണ് ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ഇവിടെ അത്രയും സാധാ ഉപ്പുമാവ് കുറച്ച് കഴിച്ചുള്ളൂ. പക്ഷേ ഈ ഓട്സിൻ്റെ ഉപ്പുമാവ് അവൻ കമ്പയർ ചെയ്ത് കൂടുതൽ കഴിക്കേണ്ടത് അവന് ഇഷ്ടമായിട്ടുണ്ട്. ഈ അധിക എരിവും ഞാൻ ഇട്ടിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ അവന് ഇഷ്ടമായി. പിന്നെ എല്ലാ നമ്മുടെ ക്യാരറ്റും ഒക്കെ ഉള്ളിലേക്ക് പോകല്ല, അപ്പോൾ അവനത് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, കറിവേപ്പിലിട്ടു. അതിന് മുമ്പ് ഉഴുന്ന് പരിപ്പും ഈ കടലപ്പരിപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ മൂത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇടാം കേട്ടോ, കുറച്ച് അരിഞ്ഞത്. അത് വളരെ നേരത്തായിട്ടാണ് അരിഞ്ഞേക്കണേ, അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒന്നും അത് കിട്ടില്ല. അത് ശരിക്കും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു ചുവന്ന കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇനി അരിഞ്ഞു വെച്ചേക്കണ സവാളയും ക്യാരറ്റും ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയണേ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണേ. പിന്നെ ഓട്സും കൊണ്ട് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാകും. പക്ഷേ സ്നാക്സൊക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കില്ല, ഓയിൽ ഉപയോഗിക്കില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ ഉപ്പുമാവ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അധികം എണ്ണയൊന്നും വരുന്നില്ല. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ സാധാ ഉപ്പുമാവിൻ്റെ അത്രയും വേവാന്ന് വെച്ചാൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് നേരിയ ആ ഉപ്പുമാവിന് ഞാൻ 2 ഗ്ലാസ് പൊടിക്ക് 3/4 കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൽ 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചില്ല. പിന്നെ ആവശ്യത്തിന് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേഗം വാടാൻ വേണ്ടി ഈ സവാളയും ക്യാരറ്റ് ഇട്ടിട്ട് ഒന്നുകൂടി വാടാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി തേങ്ങ ചിരകിയതും കൂടി ഇടാം. തേങ്ങ ചിരകിയതിട്ട് കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഇട്ടൊന്ന് വേവല്ല ഒന്ന് തിളയ്ക്കണ ഇത് ഉണ്ടാവില്ലേ, കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അപ്പോൾ എല്ലാവരും ചെയ്തതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. കണ്ട കുറച്ച് വെള്ളം മതി കമ്പയർ ചെയ്യുമ്പോൾ. വെള്ളം ഒഴിച്ചു കേട്ടോ. അതിന് ശേഷം അതൊന്ന് മൂടി വയ്ക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഞാനതിൽ തേങ്ങ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കി. ഉപ്പ് അപ്പോൾ പാകമാണ്. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടത് കറക്റ്റാണ്, പിന്നെ ഒന്നും ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്സ് 1 ഗ്ലാസ് ഇട്ടു, പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ഗ്ലാസ് ഒരു 2.5 ഗ്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ മൊത്തം എടുത്തേക്കണേ 2.5 ഗ്ലാസ് ഓട്സ് ഇട്ടിട്ട് അപ്പോൾ ഒന്ന് അത് കഴിഞ്ഞിട്ട് മൂടണം. പിന്നെ അതിലുള്ള വെള്ളത്തിൽ തന്നെ ആവിയിൽ പിന്നെ വേവായിരിക്കും കേട്ടോ. ഓട്സ് നന്നായിട്ട് വേവും. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കില്ല, അതിനേക്കാൾ നല്ലതാണ് ഇതിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മൂടി വെച്ച് ഞാൻ വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വയ്ക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കും, അതിരി മിഠായി എങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഞാനിത് മൂടി വെച്ച് വേവിച്ചിട്ട് കണ്ടിപ്പോൾ ക്ലിയർ ഇതായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒന്നുകൂടി വളരും നമ്മൾ ചൂട് മാറുമ്പോഴല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് അവൻ ചോക്ലേറ്റ് ഉണ്ടാക്കണേൻ്റെ കാര്യം പറയാം. എന്താ ഓട്സ് നല്ല വളർന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്തതിൻ്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനൊക്കെ പറയണേ. എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. താങ്ക് യു.